ഇതാണ് നമ്മുടെ ചന്ദ്രക്കാരൻ മാവ്. ഇതിൽ നിന്ന് കിട്ടിയ മാമ്പഴം കൊണ്ട് ഇന്ന് മാമ്പഴക്കറി ഉണ്ടാക്കാൻ പോവുകയാണ്. കുറച്ച് മാങ്ങ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കിടക്കുന്നത് കാണാം. കുറേയേറെ ചാടിപ്പോവുകയല്ല, ചാടി കിട്ടി. കുറച്ച് കണ്ണിമാങ്ങ അച്ചാറിട്ടു. നമുക്കിന്ന് മാമ്പഴക്കറി വെക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. പഴുത്ത മാങ്ങ കിട്ടിയത് വേവിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ അതിനാവശ്യമായ സവാള, കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതുണ്ട്, ക്രഷ് ചെയ്തിട്ടുണ്ട്, മുളകുണ്ട്, ഒരു 500 ml തൈരുണ്ട്, തൻപാലുണ്ട്, രണ്ടാം പാലുണ്ട്, നല്ല കറിവേപ്പില എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ കറി ഉണ്ടാക്കുന്ന വിധം നോക്കാം. ചട്ടി നമ്മൾ ചൂടാക്കാനായിട്ട് വെച്ചിരിക്കുകയാണ്. ചട്ടിയിലേക്ക് നല്ലോണം ചൂടായിട്ടുണ്ട്. ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് കടുക് കുത്തിയിരുന്നാണ് ശരിയാക്കുന്നത്. മൂടി വെച്ചേക്കാം. കടുക്, ഉലുവ, ഒരൽപ്പം ജീരകം, നമുക്ക് നല്ല സുന്ദരൻ കറിവേപ്പില വരണം. കറിവേപ്പിലേക്ക് നമ്മുടെ ഫ്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ഇതിനകത്തേക്ക് നമ്മുടെ വെച്ചിരിക്കുന്ന സവാള, ഉള്ളിയായാലും സവാളയും കൂട്ടി കൊടുക്കാം. സവാളയും കൂടി നമുക്കിവിടെ കൊടുക്കാം. രണ്ട് ചെറിയ കാന്താരിനോട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. തീ കുറച്ചിട്ടിട്ട് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന മഞ്ഞൾപ്പൊടി, ഒരല്പം മുളക് പൊടിയും ഇട്ടിട്ടുണ്ട്. കാരണം മുളക് പൊടി അല്പം എടുത്തിട്ടുള്ളൂ. മുളക് പൊടി ഇട്ടാണ് നമ്മൾ മാമ്പഴം വേവിച്ചിരിക്കുന്നത്. നമ്മൾ അതിനകത്തേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന മാമ്പഴം ഒഴിച്ച് കൊടുക്കുകയാണ്. നന്നായിട്ട് ഇളക്കി അതിൻ്റെ ചാറൊന്ന് വറ്റി നന്നായിട്ട് വരണം. ഉപ്പിട്ട് വേവിച്ച മാങ്ങയാണത്. മാമ്പഴം ഉപ്പിട്ട് വേവിച്ചിരിക്കുന്നതാണ്. ഒരുപാട് വെക്കേണ്ട കാര്യമില്ല. കഴിഞ്ഞ് കുറുകിയിരിക്കുകയാണ്. അതിനകത്തേക്ക് നമ്മൾ രണ്ടാം പാൽ ഒഴിച്ച് കൊടുക്കുകയാണ്. രണ്ടാം പാൽ നമ്മൾ അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. കുറച്ച് ചാറുള്ളതാണ് നല്ലത്. അതൊന്ന് തിളച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഒന്നാം പാൽ ഒഴിക്കാം. രണ്ടാം പാൽ ഒഴിച്ചതിന് ശേഷം വെള്ളം ഏതാണ്ട് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കാം. ഒന്നാം പാൽ ഒഴിച്ച് കൊടുത്ത് നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം. തീ കുറച്ചിടണം. അതുപോലെ ചൂടായിട്ടുണ്ട്. ഇനി ഞാനിത് ഓഫ് ചെയ്തിട്ട് തൈര് ഒഴിക്കുകയാണ്. കരിഞ്ഞു പോയാൽ ശരിയാവുകയാണ്. ഓഫ് ചെയ്തൊന്ന് ഇളക്കിക്കൊണ്ടിരുന്നിട്ട് തൈര് ഒഴിക്കാം. വീഡിയോ പിടിക്കാനുള്ള തിരക്കിൻ്റെ ആയതുകൊണ്ട് പാത്രത്തിൻ്റെയൊക്കെ കടകള ശബ്ദമെല്ലാം കേൾക്കുന്നുണ്ട്. ഇത് ചൂടായി കഴിയുമ്പോൾ കുറച്ചൊന്ന് ചൂടായാൽ മാത്രം മതി. ഓണാക്കി ഒന്ന് ചൂടായി കഴിയുമ്പോൾ നമുക്കത് ഓഫ് ചെയ്യാം. ഇവിടെ നമ്മുടെ മാമ്പഴക്കറി റെഡിയായി. ആരെങ്കിലും നേരത്തെ പറയുകയാണെങ്കിൽ ഭക്ഷണത്തിനായി വരാകുന്നതാണ്. മാമ്പഴക്കറി കൂട്ടി ഭക്ഷണം കഴിക്കാം.